മോചിതനായെന്ന തോന്നൽ മനസ്സിലെത്തിയിട്ടില്ല. സമയമെടുക്കും. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥിതിയും ജയിൽ നിയമങ്ങളും ചട്ടങ്ങളും കാലാനുസൃതമായി മാറ്റേണ്ടതാണ്. അംബേദ്കർ വിഭാവനം ചെയ്ത പ്രാതിനിധ്യ തെരഞ്ഞെടുപ്പ് രീതി പോലും നടപ്പായില്ല എന്നാണ് മാവോയിസ്റ്റ് രൂപേഷ് പറഞ്ഞത്. പ്രതികരിക്കുന്നതിൽ പരിമിതിയുണ്ടെന്നും രൂപേഷ് പറഞ്ഞു. എനിക്ക് അതിൽ ഇടതുപക്ഷത്തിനോട് നന്ദിയുണ്ട്. കാരണം ഇടതുപക്ഷം എനിക്കത് അംഗീകാരം തരികയായിരുന്നെങ്കിൽ ഇറ്റ് മേ ക്രിയേറ്റ് എ ഡിസില്യൂഷൻ, ഒരു പുരോഗമന ഒരു സംഗതിയാണെന്ന് വിചാരിക്കായിരുന്നു. അത് ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഇറ്റ് ഷോസ് അതിൻ്റെ ഒരു യഥാർത്ഥ മുഖം. അപ്പോൾ ഈ പുസ്തകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലെഫ്റ്റ് ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു പ്രത്യേകിച്ച് അധികാരത്തിൻ്റെ ഒരു സൂക്ഷ്മ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യണത്. പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി അതിലൊരു കഥാപാത്രം കൂടിയാണ്, ആസ് എ പോസിറ്റീവ് ക്യാരക്ടർ. പക്ഷേ അപ്പോൾ പലരും വിചാരിച്ച എന്താ വെച്ചാൽ അനൂപൊക്കെ ഇതിൻ്റെ ഡ്രാഫ്റ്റ് കണ്ടിട്ട് അതൊന്നും കുഴപ്പമുണ്ടാവില്ല സഖാവേ ഇതിന് സാങ്ഷൻ കിട്ടാൻ. അല്ലെങ്കിൽ എന്ത് പ്രശ്നം എന്നറിയോ, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയണത് വേറെയും അത് അവരുടെയൊക്കെ ഒരു ഡിസയറാണ്. ഇപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിക്കണം എം എ ബേബിക്ക് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു അധികാരം എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ അവർക്കൊന്നും ഒരു സെയില്ല. അത് ഒരു ലോ സെക്രട്ടറി ഹോം സെക്രട്ടറി ആയിരിക്കും അതിലൊരു അഭിപ്രായം എടുക്കുന്നത്. അപ്പോൾ അത് പൊളിറ്റിക്കലിന് നമുക്കിതിനൊന്നും ഒരു രാഷ്ട്രീയമായിട്ടുള്ള കാര്യം നമുക്ക് സണ്ണി കപ്പിക്കാടും ബാബുരാജും വാസുവുമെല്ലാം യഥാർത്ഥ ബുദ്ധിജീവികളാണ്. അവരൊന്നും തെരഞ്ഞെടുപ്പ് ചെളിക്കുണ്ടിൽ വീഴരുതെന്നാണ് അഭിപ്രായമെന്നും പറഞ്ഞു. മാവോവാദി കേസിലെ തടവുകാരൻ രൂപേഷ് 11 വർഷത്തിനു ശേഷം ജയിൽ മോചിതനായത് ഇന്നലെയായിരുന്നു. വിയൂർ സെൻട്രൽ ജയിലിലെ നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ വൈകിട്ട് 5-നാണ് പുറത്തിറങ്ങിയത്. രൂപേഷിനെ സ്വീകരിക്കാൻ ഭാര്യ അഡ്വക്കേറ്റ് ഷൈനയും സുഹൃത്തുക്കളും എത്തി. 43 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന രൂപേഷിന് എല്ലാ കേസുകളിലും ജാമ്യം ലഭിച്ചിരുന്നു. വെള്ളമുണ്ടയിൽ പോലീസുകാരനെ ആക്രമിച്ച കേസിൽ 10 വർഷം തടവും 2.25 ലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു. പിഴ ഒടുക്കിയില്ലെങ്കിൽ 1.5 വർഷം കൂടി തടവ് അനുഭവിക്കണം. ഇതിനെതിരെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതി പിഴ ഒടുക്കേണ്ടെന്ന് വ്യക്തമാക്കി. 15 കേസുകളിൽ ഇനി വിചാരണ പൂർത്തിയാകാനുണ്ട്. ഇവയിലെല്ലാം ജാമ്യം കിട്ടി. തമിഴ്നാട്ടിലെ ശിവഗംഗ കോടതി വിധിച്ച ജീവപര്യന്തം തടവ് ശിക്ഷ ചെന്നൈ ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് പരിഗണിച്ച് ജാമ്യം അനുവദിച്ചു. കൊല്ലത്തെ 2 കേസിലും കൊച്ചി ഫാസ്റ്റ് ട്രാക്ക് കോടതി കുറ്റവിമുക്തനാക്കി.